പൃഥു മഹാരാജാവ് തുടരുകയാണ്. അടുത്ത ഒരു രഹസ്യം അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിത യാത്രാനുഭവങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ തപസ്സിലൂടെയും അദ്ദേഹം തിരിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. ഭഗവാന്റെ യഥാർത്ഥമായ സ്വരൂപം വിശുദ്ധമായ വിജ്ഞാനം മാത്രമാകുന്നു. അവിടുന്ന് പ്രകൃതി സഹജമായ സത്വരജസ്തമോ ഗുണങ്ങളുമായി സംബന്ധമില്ലാത്ത നിത്യാനന്ദ സ്വരൂപനാകുന്നു. എന്നിരുന്നാലും ജീവരാശികളുടെ ക്ഷേമത്തിനും സുഖത്തിനുമായി ഈ ലോകത്തിൽ വിഭിന്നങ്ങളായ ദ്രവ്യങ്ങൾ, ഗുണങ്ങൾ, കർമ്മങ്ങൾ, മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, ആശയങ്ങൾ, സങ്കല്പങ്ങൾ, അർത്ഥങ്ങൾ, ഓരോരോ നാമധേയത്താൽ അറിയപ്പെടുന്ന മൂർത്തിരൂപങ്ങൾ എന്നിവയെല്ലാമായും ഇവ കൊണ്ടെല്ലാം അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞങ്ങളായും ഭവിച്ചിരിക്കുന്നു. ഏത് രൂപത്തിലും ഏതു നാമത്തിലും അറിയപ്പെടുന്ന വസ്തുക്കളെല്ലാം തന്നെ അവിടുത്തെ സ്വരൂപങ്ങളാകുന്നു. ഈ വിചാരത്തോടെ വേണം നിങ്ങൾ ഭഗവാനെ ഭജിക്കുവാൻ. ഈ വിചാരത്തോടെ വേണം നിങ്ങൾ ഭഗവാനെ ഭജിക്കാൻ. അപ്പോൾ ഭഗവാന്റെ യഥാർത്ഥമായ സ്വരൂപം, ശരിക്കുമുള്ള ഭഗവാന്റെ സ്വരൂപം, അത് ചതുർബാഹു സ്വരൂപമല്ല, ശംഖചക്ര ഗദാപത്മങ്ങളോട് കൂടിയ സ്വരൂപമല്ല, അത് വിരാട് സ്വരൂപമല്ല. പിന്നെന്താ ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള സ്വരൂപം എന്താണ്? വിജ്ഞാനം മാത്രമാകുന്നു. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നസ്, അവയർനെസ്. അതാണ് ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള രൂപം. കോൺഷ്യസ്നസ്, അവയർനെസ്സും രണ്ടും ഒന്ന് തന്നെയാണ്. അവയർനെസ് ആണ് ഭഗവാന്റെ രൂപം. കാരണം കോൺഷ്യസ്നെസ്സിന് അതിനെ പറ്റിയുള്ള ബോധമാണ് അവയർനെസ്. അതാണ് ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള രൂപം. അപ്പം എന്ത് ചെയ്യുമ്പോഴും ഈശ്വര സ്മരണയോടുകൂടി ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത് ചെയ്യുമ്പോഴും അവയർനെസ്സോടുകൂടി ചെയ്യണം എന്നാണ്. എന്തിനെക്കുറിച്ചുള്ള അവയർനെസ്? ചിലർ പറയും ഈശ്വരനെ കുറിച്ചിട്ടുള്ള അവയർനെസ്. ഈശ്വരൻ മറ്റൊന്നാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പം ഈശ്വരനെ കുറിച്ച് അവയറായിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മനസ്സിലെ നമ്മുടെ കഴിവുകൾ പൂർണ്ണമായും നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ മനസ്സ് ഡിവൈഡഡ് ആയിരിക്കും. ഒന്ന് ചെയ്യുന്ന കാര്യത്തിലും മറ്റൊന്ന് ഈശ്വരനിലുള്ള ശ്രദ്ധയും. ഈശ്വരൻ വേറെയാണെങ്കിൽ അപ്പം അങ്ങനെയല്ല എന്നാണ് പൃഥു മഹാരാജാവ് പറയണത്. ഈശ്വരൻ എന്ന് പറയണത് ശുദ്ധമായ അറിവാണ്. അറിവ് എന്ന് പറയുന്നത് അവയർനെസ് ആണ്. ശുദ്ധമായിട്ടുള്ള അവയർനെസ് ആണ് ഈശ്വരൻ്റെ സ്വരൂപം. അതാണ് ഈശ്വരൻ്റെ സ്വരൂപം. അത് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. ആ ഈശ്വരനെ അറിയാൻ നമ്മൾ വലിയ പ്രയത്നമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിഷ്പ്രയാസമായി നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത് അവയർനെസ് ആണ്. നമ്മളിൽ എല്ലാവരിലും ഉള്ളതാണ് അവയർനെസ്. നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവയർനെസ് കണ്ടിന്യൂവസും കൺസിസ്റ്റൻറ്റുമല്ല. നമ്മുടെ അവയർനെസ് വിട്ട് പോകുന്നതാണ്. നമ്മൾ അവയർ ആവണം എന്ന് ആഗ്രഹിച്ചപ്പോൾ മാത്രം അവയർ ആവുന്നതാണ്. അത് ക്രമേണ അഭ്യാസം കൊണ്ട് നിത്യോദിതമായി തീരും, സദോദിതമായി തീരും, എപ്പോഴും ഉദിച്ചു നിൽക്കുന്നതായിട്ട് തീരും. ഭഗവാന്റെ യഥാർത്ഥമായ സ്വരൂപം വിശുദ്ധമായ വിജ്ഞാനം മാത്രമാകുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധ വിജ്ഞാനഘന സ്വരൂപത, വിശുദ്ധമായ വിജ്ഞാനം, പരിശുദ്ധമായ വിജ്ഞാനം. അതെന്താ പരിശുദ്ധമായ വിജ്ഞാനം? അവയർനെസ് ഓഫ് അവയർനെസ് ആണ് പരിശുദ്ധമായ വിജ്ഞാനം. നമ്മൾ ഈ പുസ്തകത്തെ പറ്റി അവയർ ആവുകയാണ്. അപ്പോഴും ആ അവയർനെസ് ഈശ്വരൻ തന്നെയാണ്. പക്ഷേ അത് പരിശുദ്ധമായ വിശുദ്ധമായ അവയർനെസ് അല്ല. വിശുദ്ധമായ അവയർനെസ്സിൽ എന്തിനെയെങ്കിലും കുറിച്ച് അവയർ ആവുക എന്നുള്ളതില്ല. അവയർനെസ് മാത്രമേ ഉള്ളൂ. അത് അത്ര എളുപ്പമല്ല സ്വായത്തമാവാൻ.
അത് ക്രമേണ ക്രമേണ ക്രമേണേ ശരിയാവുകയുള്ളൂ. അത് സ്വായത്തമാക്കേണ്ടതുമല്ല, പ്രയത്നിച്ച് തൻ്റേതാക്കേണ്ടതല്ല, അത് താനെ സംഭവിക്കേണ്ടതാണ്. അപ്പം വിശുദ്ധമായ വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഒന്നുമില്ലാത്ത, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഡൈക്കോട്ടമി ഇല്ലാത്ത ശുദ്ധമായ അവയർനെസ്, ഒന്നിനെയും കുറിച്ചുള്ള അവയർനെസ് അല്ല, അവയർനെസ്. അതാണ് ഭഗവാന്റെ ശരിക്കുമുള്ള സ്വരൂപം. അവിടുന്ന് പ്രകൃതി സഹജമായ സത്വരജസ്തമോ ഗുണങ്ങളുമായി സംബന്ധമില്ലാത്ത നിത്യാനന്ദ സ്വരൂപനാകുന്നു. പ്രകൃതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രകൃതിയിലാണ് സത്വരജസ്തമോ ഗുണങ്ങൾ ഉള്ളത്. സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോഴാണ് ഈ കാണുന്ന നാനാവിധത്വം ഉണ്ടാകുന്നത്. പ്രകൃതി എന്ന് പറയുന്നത് എനർജിയാണ്, ശക്തിയാണ്. അത് ശരിക്കും കോൺഷ്യസ്നെസ്സിന്റെ ഭാഗമാണ്. പിന്നെന്താ ഇവിടെ അതുമായിട്ട് സംബന്ധമില്ലാത്തതാണ് എന്ന് പറഞ്ഞത്? രജസ്തമോ ഗുണങ്ങൾക്ക് വൈഷമ്യം സംഭവിച്ചിട്ടില്ല. ആ എനർജി പോലും ശുദ്ധമായ തലത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ വൈവിധ്യങ്ങൾ പ്രകടമായിട്ടില്ല. പരമമായതിൽ അതിൽ എനർജി ഉണ്ട്, പക്ഷെ ആ എനർജി മാനിഫെസ്റ്റഡ് ആയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വരൂപം എന്താ? നിത്യാനന്ദ സ്വരൂപനാകും. ആ സമയത്ത് അദ്ദേഹം നിത്യം എറ്റേണൽ ആയിട്ടുള്ള ബ്ലിസ് അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആ എറ്റേണലായ ബ്ലിസ്സാണ് ഭഗവാന്റെ സ്വരൂപം. നേരത്തെ പറഞ്ഞു വിജ്ഞാനം മാത്രമാണ് സ്വരൂപം. അപ്പൊ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിദാനന്ദ സ്വരൂപിയാണ് ഭഗവാൻ. ഭഗവാന്റെ ശരിക്കുമുള്ള സ്വരൂപം എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് അവയർനെസ് ആണ്, ബ്ലിസ്സുമാണ്. അപ്പൊ ഈ ബ്ലിസ് എപ്പോഴാണ് മാനിഫെസ്റ്റ് ചെയ്യുക? എപ്പോഴാണോ നാം നമ്മുടെ സ്വരൂപത്തിൽ നിലകൊള്ളുന്നത്, അപ്പോഴാണ് ആ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. നമ്മൾ റിലാക്സ്ഡ് ആവുമ്പോഴല്ല, നമ്മുടെ മനസ്സ് റിലാക്സ്ഡ് ആവുമ്പോഴല്ല, നമ്മുടെ മനസ്സ് റെസ്റ്റ് ചെയ്യുമ്പോഴാണ്, വിശ്രാന്തി അണയുമ്പോഴാണ്. ഈ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുക വിശ്രാന്തി അണയുമ്പോഴാണ്. മനസ്സ് അതിൻ്റെ സ്രോതസ്സിൽ ലയിച്ചു ചേരുമ്പോഴാണ് ഈ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുക. ആ ആനന്ദം നിത്യമാണ്, നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട്. അപ്പം നമുക്കെന്താ അത് അനുഭവവേദ്യമാകാത്തത്? നമുക്ക് അനുഭവവേദ്യമാകാത്തത് നമ്മുടെ ചിദാനന്ദ സ്വരൂപി സത്വരജസ്തമോ ഗുണങ്ങളുടെ വൈഷമ്യം വന്ന പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ്. സത്വരജസ്തമോ ഗുണങ്ങളുടെ വൈഷമ്യത്താൽ ഉണ്ടാകുന്ന പ്രകൃതിയുടെ വിഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ചിദാനന്ദ സ്വരൂപത്തെ നമുക്കറിയാൻ സാധിക്കാത്തത്. അതിനെന്ത് ചെയ്യണം? ഈ സത്വരജസ്തമോ ഗുണങ്ങളുമായിട്ടുള്ള പ്രകൃതിയെ പതുക്കെ 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 ശാന്തമാക്കണം, ഒടുക്കണം. അങ്ങനെ വൈഷമ്യം വന്ന പ്രകൃതി, അതിനെ വികൃതി എന്നും പറയും. ആ വികൃതി അല്ലെങ്കിൽ അവ്യക്തം അത് ലയിക്കും, ശാന്തമാകും. അപ്പൊ അതെവിടെയാ ലയിക്കുക? അത് ചിദാനന്ദ സ്വരൂപിയിൽ തന്നെ ലയിക്കും. ചിദാനന്ദ സ്വരൂപിയിലാണ് ഈ ശക്തി ഉള്ളത്. ആ ശക്തി അതിൻ്റെ സ്രോതസ്സിലേക്ക് മടങ്ങും, അപ്പോൾ ആനന്ദം ഉണ്ടാകും. എന്നിരുന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും, അത് അൾട്ടിമേറ്റ് സ്റ്റേജ് ആണെങ്കിലും, ജീവരാശികളുടെ ക്ഷേമത്തിനും സുഖത്തിനുമായി ഈ ലോകത്തിൽ വിഭിന്നങ്ങളായ ദ്രവ്യങ്ങൾ, ഗുണങ്ങൾ, കർമ്മങ്ങൾ, മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, ആശയങ്ങൾ, സങ്കല്പങ്ങൾ, അർത്ഥങ്ങൾ, ഓരോരോ നാമധേയത്താൽ അറിയപ്പെടുന്ന മൂർത്തിരൂപങ്ങൾ എന്നിവയെല്ലാമായും ഇവ കൊണ്ടെല്ലാം അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞങ്ങളായും ഭവിച്ചിരിക്കുന്നു. അപ്പം ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്, സത്യത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്, പരമമായത്, പറയപ്പെടാൻ പറ്റാത്തതനാഖ്യ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അത് അതിൻ്റെ ശക്തി പ്രകടമാകുമ്പം പലതായിത്തീരും. ഈ പലതിൻ്റെ സുഖത്തിന് വേണ്ടി അത് തന്നെയാണ് പലതായിത്തീരുന്നത്. അത് അതിനു വേണ്ടി പലതായിത്തീരുന്നു. അപ്പം അതിൻ്റെ പലതാകലിൽ ഒന്നാണ് ഞാനും നിങ്ങളും.
അപ്പം നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. എന്നിരുന്നാലും ജീവരാശികളുടെ ക്ഷേമത്തിനും സുഖത്തിനുമായി, നമ്മുടെ ക്ഷേമത്തിനും സുഖത്തിനുമായി. അപ്പൊ നമ്മൾ ഈശ്വരനിൽ നിന്ന് വിഭിന്നമല്ല, നമ്മളായി തീർന്നിരിക്കുന്നതും ആ ഈശ്വരൻ തന്നെയാണ്. ആ ഈശ്വരന്റെ ശക്തിയുടെ പ്രകടനത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ഞാനും നിങ്ങളും. നമ്മളുടെ ക്ഷേമത്തിനും സുഖത്തിനുമായി വീണ്ടും പരമമായത് പലതാവുകയാണ്. സുഖത്തിനുമായി ഈ ലോകത്തിൽ വിഭിന്നങ്ങളായിട്ടുള്ള ദ്രവ്യങ്ങൾ, ഗുണങ്ങൾ, കർമ്മങ്ങൾ, മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, ആശയങ്ങൾ, സങ്കല്പങ്ങൾ, അർത്ഥങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഓരോരോ നാമധേയത്താൽ അറിയപ്പെടുന്ന മൂർത്തിരൂപങ്ങൾ. 7 കോടിയോളം മന്ത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്, സപ്തകോടി മന്ത്രങ്ങൾ. ആ ഓരോ മന്ത്രത്തിനും ഓരോ മൂർത്തി വിശേഷങ്ങളുണ്ട്. ചില മന്ത്രങ്ങൾക്ക്, ഒരേ മന്ത്രത്തിന് പല മൂർത്തി ഭേദങ്ങളുണ്ട്. ഒരു മൂർത്തി ഭേദത്തിന് പല മന്ത്രങ്ങളുമുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് മൂർത്തിഭേദങ്ങൾ, മന്ത്രഭേദങ്ങൾ, ആശയങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ തന്നെ പ്രകടീകൃത ഭാവമാണ്. ഈ ലോകത്തിലുള്ള എല്ലാ ആശയങ്ങളും, അത് അനുകൂലമായ ആശയമാണെങ്കിലും പ്രതികൂലമായ ആശയമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രകടനമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഈശ്വര സ്വരൂപങ്ങളും നമുക്ക് ഇഷ്ടമല്ലാത്ത ഈശ്വര സ്വരൂപങ്ങളും അദ്ദേഹത്തിൻ്റെ പരമമായതിൻ്റെ പ്രകടനമാണ്. നമുക്ക് ഇഷ്ടമുള്ള ശബ്ദങ്ങളും നമുക്ക് ഇഷ്ടമല്ലാത്ത ശബ്ദങ്ങളും പരമമായതിൻ്റെ പ്രകടനമാണ്. ഓരോരോ നാമധേയത്താൽ അറിയപ്പെടുന്ന മൂർത്തിരൂപങ്ങൾ എന്നിവയെല്ലാമായും ഇവ കൊണ്ടെല്ലാം അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞങ്ങളായും ഭവിച്ചിരിക്കുന്നു. അദ്ദേഹം ഈ മൂർത്തിഭേദങ്ങൾ മാത്രമല്ല, ആ മൂർത്തിഭേദങ്ങളുടെ ആരാധനാക്രമങ്ങളും അദ്ദേഹം തന്നെയാണ്. പ്രൊസീജറും അദ്ദേഹമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അദ്ദേഹമാണ്. ആ പ്രവൃത്തിയെ പ്രാവർത്തികമാക്കുന്ന രീതിയും അദ്ദേഹമാണ്, പരമമായതാണ്. ഏത് രൂപത്തിലും ഏത് നാമത്തിലും അറിയപ്പെടുന്ന വസ്തുക്കളെല്ലാം തന്നെ അവിടുത്തെ സ്വരൂപങ്ങളാകുന്നു. ഏതു രൂപത്തിലും, ഇപ്പൊ കുറച്ചും കൂടി ജനറലായിട്ട് പറയുകയാണ്. നേരത്തെ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ നാമധേയത്താൽ അറിയപ്പെടുന്ന മൂർത്തി രൂപങ്ങൾ എന്നാണ്. അപ്പൊ ഒരു മൂർത്തി രൂപത്തിന് ഒരു നാമധേയം. അപ്പൊ അത് കുറച്ചും കൂടി ജനറലൈസ് ചെയ്ത് പറയുകയാണ്. ഏത് രൂപത്തിലും ഏത് നാമത്തിലും അറിയപ്പെടുന്ന വസ്തുക്കളെല്ലാം, ഏത് രൂപമാണെങ്കിലും ഏത് നാമമാണെങ്കിലും അതെല്ലാം അവിടുത്തെ സ്വരൂപങ്ങളാകുന്നു. ഈ വിചാരത്തോടെ വേണം നിങ്ങൾ ഭഗവാനെ ഭജിക്കാൻ. അപ്പൊ എങ്ങനെയാ ഭഗവാനെ ഭജിക്കുക? ഈ അവസാനം പറഞ്ഞതെടുക്കുക. ഏത് നാമത്തിൽ അറിയപ്പെടുന്ന വസ്തുക്കളും ഏത് നാമത്തിലും ഏത് രൂപത്തിലും ഏത് നാമത്തിലും അറിയപ്പെടുന്ന വസ്തുക്കൾ, ഈ ഏത് രൂപത്തിലും ഏത് നാമത്തിലും അറിയപ്പെടുന്ന വസ്തുക്കൾ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളൂ. നമുക്ക് ചുറ്റുമുള്ള എല്ലാ രൂപങ്ങൾക്കും ഒരു നാമമുണ്ട്. അപ്പൊ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അവിടുത്തെ സ്വരൂപമാകുന്നു. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ച് അവെയറായാലും നമ്മൾ ആരെ കുറിച്ച് അവെയറാവുന്നത്? നമ്മൾ ഭഗവാനെ കുറിച്ചാണ് അവെയറാവുന്നത്. ഇതാണ് ഭഗവാൻ ഗീതയെ പറഞ്ഞത്, മത്ത പരതരം ന അന്യ കിഞ്ചിദസ്തി ധനഞ്ജയ. എന്നിൽ നിന്ന് അന്യമായിട്ട് ഈ പ്രപഞ്ചത്തിലൊന്നും തന്നെ ഇല്ല. അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ, എന്നിൽ നിന്ന് അന്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഉറച്ചു കഴിഞ്ഞാൽ, അത് ബുദ്ധിപരമായിട്ട് ഉറച്ചാൽ മതി. ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്ത് ഈ നിഗമനത്തിൽ ഉറച്ച് നിന്നാൽ മതി. അപ്പൊ ഭഗവാൻ അല്ലാതെ ഏതെങ്കിലും നാമരൂപങ്ങളുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്തിനെ കുറിച്ച് ചിന്തിച്ചാലും ആരെക്കുറിച്ചാ ചിന്തിക്കുക? ഭഗവാനെ കുറിച്ചാ ചിന്തിക്കുക. അത് അടുത്തത് പറഞ്ഞത്, അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ. വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ ഈ അറിവിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത് രഹസ്യമാണെന്ന് പറഞ്ഞത്. ഇത് മനസ്സിലാകാൻ പ്രയാസമാണ്. മനസ്സിലായാൽ നിഷ്പ്രയാസമായി ആർക്കും അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നതും ആണ്. ഏത് രൂപത്തിലും ഏത് നാമത്തിലും അറിയപ്പെടുന്ന വസ്തുക്കളെല്ലാം തന്നെ അവിടുത്തെ സ്വരൂപങ്ങളാകുന്നു. ഈ വിചാരത്തോടെ വേണം നിങ്ങൾ ഭഗവാനെ ഭജിക്കാൻ. ബാക്കിയുള്ളതൊന്നും മോശമാണെന്നല്ല, ബാക്കിയുള്ളതെല്ലാം ക്രമേണ ഈ ഉദാത്തമായ അറിവിലേക്ക് എത്തിച്ചേരുവാൻ ആവശ്യമായിട്ടുള്ള പ്രക്രിയകൾ മാത്രമാണ്.
അതൊന്നും പരമമായതല്ല. പരമമായ ഈശ്വര ആരാധന എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് ഈ ഭാഗം നമുക്ക് ഒന്നുകൂടി കേൾക്കാം. ഭഗവാന്റെ യഥാർത്ഥമായ സ്വരൂപം വിശുദ്ധമായ വിജ്ഞാനം മാത്രമാകുന്നു. അവിടുന്ന് പ്രകൃതി സഹജമായ സത്വരജസ്തമോ ഗുണങ്ങളുമായി സംബന്ധമില്ലാത്ത നിത്യാനന്ദ സ്വരൂപനാകുന്നു. പ്രകൃതി സഹജമായ സത്വരജസ്തമോ ഗുണങ്ങളുമായി ബന്ധം വന്നാൽ ഈ നിത്യം ആനന്ദം ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് പ്രകൃതി സഹജമായ ഗുണങ്ങളുമായിട്ട് ബന്ധമുള്ളവർക്ക് ഈ ആനന്ദം ഇടയ്ക്ക് തെളിഞ്ഞും പിന്നെ മറഞ്ഞും പോകുന്നത്. ഭഗവാൻ അതില്ല, ബന്ധമില്ലാത്തത് കൊണ്ട് നിത്യാനന്ദ സ്വരൂപനാകുന്നു. എന്നിരുന്നാലും ജീവരാശികളുടെ ക്ഷേമത്തിനും സുഖത്തിനുമായി ഈ ലോകത്തിൽ വിഭിന്നങ്ങളായ ദ്രവ്യങ്ങൾ, ഗുണങ്ങൾ, കർമ്മങ്ങൾ, മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, ആശയങ്ങൾ, സങ്കല്പങ്ങൾ, അർത്ഥങ്ങൾ, ഓരോരോ നാമധേയത്താൽ അറിയപ്പെടുന്ന മൂർത്തിരൂപങ്ങൾ എന്നിവയെല്ലാമായും ഇവ കൊണ്ടെല്ലാം അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞങ്ങളായും ഭവിച്ചിരിക്കുന്നു. ഏതു രൂപത്തിലും ഏത് നാമത്തിലും അറിയപ്പെടുന്ന വസ്തുക്കളെല്ലാം തന്നെ അവിടുത്തെ സ്വരൂപങ്ങളാകുന്നു. ഈ വിചാരത്തോടെ വേണം നിങ്ങൾ ഭഗവാനെ ഭജിക്കാൻ.